ഹായ് ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട 5 നിയമ അവകാശങ്ങളെ പറ്റിയിട്ടാണ്. അതിലൊന്നാമത്തെ കാര്യം പോലീസ് സ്റ്റേഷനിലെ അവകാശം. സ്ത്രീകളെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പാടില്ല. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനും പാടില്ല. അതായത് സൂര്യ അസ്തമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ സ്ത്രീകളെ സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വയ്ക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള അവകാശമില്ല. ഇൻ കേസ് എന്തെങ്കിലും ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വനിതാ കോൺസ്റ്റബിൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ അവകാശം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് റിലേറ്റ് ചെയ്തതാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ശാരീരിക ഉപദ്രവം മാത്രമല്ല, അതിൽ മെൻ്റൽ ഹറാസ്മെൻറ്റും വെർബൽ അബ്യൂസും എല്ലാം കേസാക്കാവുന്നതാണ്. മൂന്നാമത്തെ, വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഇത് മൂന്നുമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്ത് സ്ത്രീകൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട അവകാശം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ അവകാശമാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ അവകാശം എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് കൊടുക്കുമ്പോൾ സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിലും ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഒരു കുട്ടിയുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ചിലവും എല്ലാം നോക്കേണ്ടത് ഹസ്ബൻഡിൻ്റെ കൂടെ കടമയാണ്. സോ അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കാനുള്ള അവകാശം വൈഫിന് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഹസ്ബൻഡിൻ്റെ കൂടെ ചുമതലയാണ്. സോ ഭർത്താവ് മെയിൻ്റനൻസ് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് മേടിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട്. നാലാമത്തെ വർക്ക് പ്ലേസ് ഹറാസ്മെൻ്റ് ആണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് സെക്ഷുവലായിട്ട് ഹറാസ്മെൻറ്റ് സംഭവിച്ചാലോ എന്ത് നിങ്ങൾക്ക് മെൻ്റലിയോ എന്ത് തന്നെ ഒരു ഹറാസ്മെൻറ്റ് അവിടെ നിന്ന് സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ICCയിൽ പരാതി കൊടുക്കാവുന്നതാണ്. ജോലി ഉറപ്പായിട്ടും നഷ്ടമാവില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചാൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യാൻ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ജോലി നഷ്ടമാവോ എന്ന് പേടിച്ച് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലിയെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലാണ് നിങ്ങൾ ICCയിൽ കംപ്ലയിൻറ്റ് അപ്പോൾ തന്നെ കൊടുത്തിരിക്കണം. അത് പോഷ് ആക്ടിനകത്താണ് പെടുന്നത്. അഞ്ചാമത്തെ അവകാശം വിവാഹ സമയത്ത് കിട്ടിയ സ്വത്ത്. അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് തന്ന സമ്മാനമാണ് ഈ വിവാഹ സമയത്ത് കിട്ടുന്ന സ്വർണമായാലും സ്വത്തായാലും എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. അതാർക്കും പിടിച്ചു വെക്കാനോ നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനോ ഉള്ള അവകാശമില്ല. ചോദിച്ച് മേടിക്കാനുള്ള അവകാശവുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്നും അവർക്ക് ചോദിച്ച് മേടിക്കാനുള്ള അവകാശമില്ല. സ്ത്രീധനം ചോദിക്കുന്നത് തന്നെ കുറ്റമാണ്. പിന്നെ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് മാത്രമാണ്. സോ അത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അതിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. സോ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ മുതൽ നിങ്ങളുടെ ഓഫീസ് വരെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ മാത്രം, നിയമപരമായുള്ള എല്ലാ പ്രൊട്ടക്ഷനുമാണ് തരുന്നത്. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണവും അവിടെ നിന്ന് ലഭിക്കും. സോ എല്ലാ നിയമവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണുള്ളത്. സോ സ്ത്രീകൾ ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അവകാശങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ച് മേടിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഒന്നിനോടും ഭയം എന്നത് ആവശ്യമില്ല. നിയമപരമായുള്ള എല്ലാ പ്രൊട്ടക്ഷനും സ്ത്രീകൾക്ക് ഉണ്ട്.